ഹലോ ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ടെക് റിവ്യൂസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരോ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരോ ആണല്ലോ. സോ സ്മാർട്ട് ഫോൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയും ഇക്കോ ഫ്രണ്ട്ലി ആയും വാങ്ങാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു മാർഗമാണ് യൂസ്ഡ് ഫോൺസ് വാങ്ങുക എന്നത്. അതുവഴി പകുതിയോളം വില കുറച്ച് സ്മാർട്ട് ഫോൺസ് കിട്ടും എന്നത് മാത്രമല്ല, ഈ വേസ്റ്റ് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഫോൺസ് മറ്റൊരാൾ യൂസ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ അതിനെന്തെങ്കിലും പ്രോബ്ലംസോ ഇഷ്യൂസോ ഉണ്ടെന്നോ നമുക്ക് അറിയാൻ സാധിക്കില്ല. സോ ഒരു യൂസ്ഡ് സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതുമായ ചില പോയിന്റ്സിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ സെല്ലറിനെ പറ്റിയും പർച്ചേസ് ഡീറ്റെയിൽസിനെ പറ്റിയുമാണ്. യൂസ്ഡ് ഫോൺ വാങ്ങാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ വാങ്ങാം, അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. യൂസ്ഡ് ഫോൺ വാങ്ങാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ പ്രീവിയസ് കണ്ടീഷൻസും യൂസേജും എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ മറ്റു ഷോപ്പുകളിൽ നിന്നോ വാങ്ങുമ്പോൾ നമ്മൾ മുൻപരിചയം ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. സോ അയാൾ നമ്മൾ പറ്റിക്കുന്നുണ്ടോ അതോ ഇത് ജെനുവിനാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർക്കറ്റ് പ്ലേസ്, OLX മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ആണ് പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ കാഷിഫൈ പോലുള്ള ഓൺലൈൻ സൈറ്റുകൾ ഒരു യൂസറിൽ നിന്ന് ഫോൺ വാങ്ങി തേർഡ് പാർട്ടി സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കടകളിൽ ചെയ്യുന്ന പോലെ തന്നെ കടയിൽ കടക്കാരൻ ഒരാളുടെ നിന്ന് ഫോൺ പർച്ചേസ് ചെയ്ത് നമുക്ക് വിൽക്കുന്നു. അതേപോലെ തന്നെ സോ ഒരു പേഴ്സൺ ആയാലും ഷോപ്പായാലും അതോ ഓൺലൈൻ സൈറ്റോ ആയാലും അതിൻ്റെ ജെന്യൂനിറ്റിയും റെപ്യൂട്ടേഷനുമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ അവർ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോൺ യൂസർ എവിടെ നിന്ന് വാങ്ങിയെന്നാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും രാജ്യത്തിൽ നിന്നാണോ വാങ്ങിയെന്നാണ് അറിയേണ്ടത്. അഥവാ പുറത്തു നിന്ന് വാങ്ങിയ ഫോണാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ വാറണ്ടി ലഭിക്കുന്നതല്ല. ഇനി ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ഫോണാണെങ്കിൽ ആ ഫോണിൻ്റെ ബില്ല് അവൈലബിൾ ആണോ എന്ന് നോക്കുക. കാരണം ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാനും ജെനുവിനിറ്റി തെളിയിക്കാനും വളരെ നല്ലൊരു മാർഗം ബില്ലാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ എന്തൊക്കെ ആക്സസറീസ് അവൈലബിൾ ആണ് എന്ന് നോക്കണം. അതുമായി അതിൻ്റെ ബോക്സ്, പിന്നെ ബോക്സിലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ സ്മാർട്ട് ഫോൺ മാത്രമായിട്ടായിരിക്കും ആ യൂസർ വിൽക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മോഡലാണ് റീഫർബിഷ്ഡ് ഫോൺസ് എന്നത്. ഇങ്ങനെ വരുന്ന ഫോണുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പാർട്സിന് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് റീപ്ലേസ് ചെയ്ത് റീസെല് ചെയ്യുന്നതിനാണ് റീഫർബിഷ്ഡ് ഫോൺസ് എന്ന് പറയുന്നത്. സോ റീഫർബിഷ്ഡ് ഫോൺസ് വാങ്ങുമ്പോൾ ഈ കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക. ഐഫോൺസ് റീഫർബിഷ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഐഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പറഞ്ഞുതരാം. അതിനായി സെറ്റിംഗ്സിൽ ജനറലിൽ ചെന്ന് എബൌട്ട് സെക്ഷൻ എടുത്തു നോക്കുക. അതിൽ മോഡൽ നമ്പർ എന്നുള്ള പോർഷൻ ശ്രദ്ധിക്കുക. ഈ നമ്പർ ശരിക്കും പാർട്ട് നമ്പറാണ്. മോഡൽ നമ്പർ അറിയാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതായത് ഈ പാർട്ട് നമ്പറിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു ബ്രാൻഡ് ന്യൂ ഫോണാണ്. ഇനി എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോൺ റീഫർബിഷ്ഡ് ഫോൺ ആണ്. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് ആപ്പിൾ അതിൻ്റെ പാർട്സ് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്ത ഫോണാണ്. ഇനി എന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോണിൽ കംപ്ലൈൻറ്റ് വന്നിട്ട് ആപ്പിൾ ആ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുത്തേക്കുന്ന ഫോണാണ്. പിന്നെ റയറായിട്ട് പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് പേഴ്സണലൈസ്ഡ് ചെയ്ത് മേടിച്ച ഫോണായിരിക്കും. പ്രധാനമായി സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ പോളിസി ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് 1-2 ദിവസമോ ഞാനിത് ഉപയോഗിച്ചിട്ട് തിരികെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തരും എന്നൊരു കണ്ടീഷൻ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു ദിവസം ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ വാറണ്ടിയും യൂസേജുമാണ്. എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ് ഇതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് വാറണ്ടി റിമൈനിങ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ ഉണ്ടായാൽ നമുക്ക് വാറണ്ടിയിൽ അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനായി ഫോൺ പർച്ചേസ് ചെയ്ത ബില്ല് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ
നമുക്ക് എത്ര നാളത്തെ വാറണ്ടി ബാക്കി ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇനി 1 വർഷത്തിൽ കൂടുതൽ ആയിട്ടുള്ള ഫോണാണെങ്കിൽ അതിന് വാറണ്ടി ലഭിക്കുന്നതല്ല. എന്നാലും നല്ലവണ്ണം നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോണാണെങ്കിൽ അത് എടുക്കുന്നത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ആപ്പിൾ ഐഫോൺസിനാണെങ്കിൽ സാധാരണയായി ഇതുപോലെ സെറ്റിംഗ്സ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വാറണ്ടി റിമൈനിങ് ആണെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വാറണ്ടി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ സാധിക്കുന്നതാണ്. ഫോൺ എത്ര നാൾ യൂസ് ചെയ്തു എന്നതിനേക്കാൾ എങ്ങനെ യൂസ് ചെയ്തു എന്നത് ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം കുറച്ച് നാളത്തേക്ക് റഫ് യൂസ് ചെയ്ത ഫോണിനേക്കാളും നല്ലത് കൂടുതൽ കാലം നീറ്റായിട്ടും കെയർ ചെയ്തും യൂസ് ചെയ്തിട്ടുള്ള ഫോണുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഫോണിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നാണ്. അതിനാദ്യമായി സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്ക്രീനിൽ ഒരു സ്ക്രാച്ചോ ക്രാക്കോ ഉണ്ടെന്ന് ആദ്യമേ ചെക്ക് ചെയ്യുക. പിന്നീട് സ്ക്രീൻ ഓൺ ചെയ്തിട്ട് സ്ക്രീനിനകത്ത് ഡെഡ് പിക്സൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചേഞ്ച് മുതലായവ ചെക്ക് ചെയ്യണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ കളറിലുള്ള എന്തെങ്കിലും ഡിഫറൻസും ചെക്ക് ചെയ്യേണ്ടതാണ്. ഐഫോൺസിലെ കൺട്രോൾ സെൻറ്ററിൽ ബ്രൈറ്റ്നെസ് കൺട്രോൾ ഇതുപോലെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ട്രൂ ടോണിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. ഈ ട്രൂ ടോണിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഒറിജിനലാണെന്ന് മനസ്സിലാക്കാം. ഫ്രണ്ടിലെ സ്ക്രാച്ച് ചെക്ക് ചെയ്തതുപോലെ തന്നെ ബാക്കിലെ ഗ്ലാസ് ആണെങ്കിലോ പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലോ അതിലവിടെയും സ്ക്രാച്ചുകളോ ക്രാക്കുകളോ എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് സൈഡ് പാനൽ ചെക്ക് ചെയ്യണം. അവിടെ എന്തെങ്കിലും ക്രാക്കോ ഡെൻഡോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സാധാരണയായി താഴെ വീഴുന്ന ഫോണുകൾക്ക് സൈഡ് പാനൽസിലോ അതിൻ്റെ കോർണേഴ്സിലോ സ്ക്രാച്ചസ് വരാൻ സാധ്യതയുള്ളതാണ്. അത് കഴിഞ്ഞ് ക്യാമറ ലെൻസ് ചെക്ക് ചെയ്യണം. കാരണം നാം സ്മാർട്ട് ഫോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാമറയ്ക്കാണ്. അപ്പോൾ ക്യാമറ ലെൻസിൽ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ സ്മഡ്ജസോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാമറയുടെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ചാർജിങ് പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജിങ് പോർട്ട് വർക്കാണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചാർജിങ് പോർട്ടിൽ എന്തെങ്കിലും ഫംഗസോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുക. കാരണം വെള്ളത്തിൽ മറ്റോ വീണ് കഴിഞ്ഞാൽ ആദ്യം ഫംഗസ് വരുന്നത് ഈ ചാർജിങ് പോർട്ടിൻ്റെ ഭാഗത്താണ്. അത് കഴിഞ്ഞ് സിം ട്രേ ഓപ്പൺ ചെയ്ത് സിം ട്രേയിലും ഇതുപോലെ തന്നെ ഫംഗസോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. കാരണം അവിടെയും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് സിം ട്രേയിൽ വെള്ളം കാണിക്കാനുള്ള ഒരു ബാൻഡ് ഉണ്ട്. അത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെയാണുള്ളതെന്നും മറ്റ് കേടുപാടുകളോ ഒന്നുമില്ലെന്നും ചെക്ക് ചെയ്തേക്കുക. അത് കഴിഞ്ഞ് ബട്ടൺസും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിൻ്റെയൊക്കെ ഫങ്ഷണാലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ആൻഡ്രോയിഡ് ഫോൺസിലും ഐഫോൺസിലും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മികച്ച ആപ്പാണ് ഫോൺ ഡോക്ടർ പ്ലസ് എന്നുള്ളത്. ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഐഫോണുകൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആപ്പിലോട്ട് ഓപ്പണായി കയറാം. എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് ഓപ്പണായി വരുന്ന ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ ഇതുപോലെ ഒരു പ്ലേ ബട്ടൺ കാണാം. ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോണിലുള്ള എല്ലാ കണ്ടീഷൻസും ഇത് ചെക്ക് ചെയ്ത് ഫൈനലായി ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ആ റിസൾട്ടിൽ നിന്ന് ഇതിലുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്താണ്. കാരണം യൂസ് ചെയ്തതും ഏറ്റവും കൂടുതൽ പോകെ വരുന്നത് ബാറ്ററി ഹെൽത്തിനാണ്. ഐഫോൺസിനാണെങ്കിൽ ഇത് സെറ്റിങ്സിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ റിമൈനിങ് ബാറ്ററി ഹെൽത്ത് എത്രയുണ്ടെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്ത് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. നാം നേരത്തെ പരിചയപ്പെട്ട ഫോൺ ഡോക്ടർ പ്ലസ് എന്ന ആപ്പിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ അക്യൂ ബാറ്ററി എന്ന ബാറ്ററിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചെക്ക് ചെയ്യാനുള്ള ആപ്പുണ്ട്. അത് വെച്ച് നമുക്ക് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസും സോഫ്റ്റ്വെയറുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഫോൺ ഇപ്പോൾ ഉള്ളത് ഏത് OS-ലാണ് അല്ലെങ്കിൽ അത് ഏത് OS വരെ നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം കൂടുതൽ പഴയ OS ആണെങ്കിൽ അതിൽ നമുക്ക് പുതിയ ആപ്പുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമല്ല. അതുപോലെ തന്നെ പഴയ ആപ്പുകളുടെ പുതിയ അപ്ഡേറ്റും അതിൽ ലഭ്യമാകുന്നതല്ല. സോ പഴയ OS വരുന്ന ഫോണുകൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഭാവിയിൽ അതൊരു വിഷയമായേക്കാം. അതിനുശേഷം കുറച്ച് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് ഓവറായിട്ട് സ്ലോ ആകുന്നുണ്ടോ
അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം പഴയ ഫോണാകുമ്പോൾ അതിൻ്റെ പെർഫോമൻസിന് കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫോണിൽ കൂടുതൽ ബ്ലോട്ട്വെയർസോ മാൽവെയർസോ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ വിവരങ്ങൾ ചോർത്താൻ സഹായിക്കുന്ന ആപ്പുകളാകാം ചിലപ്പോൾ ഉള്ളത്. നമ്മളൊരു പുതിയതായിട്ട് ഫോൺ എടുക്കുമ്പോൾ അത് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കിനി ഈ ഫോണിൻ്റെ PME നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫോണിൽ *#06# എന്ന നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ IME നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ എടുത്ത് നോക്കിയാലും ഈ നമ്പർ നമുക്ക് അവൈലബിൾ ആണ്. ഈ നമ്പറും ഫോണിൻ്റെ കൂടെ ഫോണിൻ്റെ ബോക്സ് അവൈലബിൾ ആണെങ്കിൽ അതിലെ നമ്പറും ബില്ല് അവൈലബിൾ ആണെങ്കിൽ ബില്ലിൻ്റെ നമ്പറും സേവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ ഫോൺ മോഷ്ടിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ IMEI.info എന്ന വെബ്സൈറ്റിൽ കയറി ഈ IME നമ്പർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി ഈ ഫോൺ മോഷ്ടിച്ചതോ പിടിച്ചതോ ആണെന്ന് അറിയാം. അവസാനമായിട്ട് നാം സ്മാർട്ട് ഫോണിൽ ചെക്ക് ചെയ്യേണ്ടത് അതിലേതെങ്കിലും അക്കൗണ്ട് ലോക്കായി കിടപ്പുണ്ടോ എന്നാണ്. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടും ആപ്പിൾ ഫോൺ ആണെങ്കിൽ ആപ്പിൾ അക്കൗണ്ടും അതിനകത്ത് സൈൻ ഇൻ ആയി കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സൈൻ ഇൻ ആയി കിടപ്പുണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ചെയ്ത് ഫോൺ റീസെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അക്കൗണ്ടിൻ്റെ പാസ്വേഡും മറന്നു പോയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അക്കൗണ്ട് ലോക്കായ ഫോൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഫോൺ റീസെറ്റ് ചെയ്യാനോ നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യാനോ സാധിക്കുന്നതല്ല. സോ അതിങ്ങനെയുള്ള ഫോൺ ഒഴിവാക്കുക. സോ ഈ പറഞ്ഞ പോയിന്റ്സിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ഫോണിൻ്റെ പ്രൈസിലോട്ട് കിടക്കാം. ഫോണിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആദ്യമായി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള എക്സ്പെൻസ് കണക്കിലെടുക്കുക. ഇനി ഇഷ്യൂസ് ഒന്നുമില്ലാത്ത നീറ്റായിട്ടുള്ള പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ ഈ മോഡൽ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സെയിം പെർഫോമൻസ് തരുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് റേഞ്ചുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ഉള്ള യൂസ്ഡ് ഫോൺ ചിലപ്പോൾ പഴയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ മറ്റോ ആയിരിക്കാം. പക്ഷേ അതിന് നല്ല പെർഫോമൻസ് ഇപ്പോഴത്തെ ബജറ്റ് ഫോണുകൾ തരുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലുള്ള കമ്പാരിസനാണ് ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു യൂസ്ഡ് ഫോണിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനും അത് വാങ്ങുവാനും. സോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആൻഡ് റിവ്യൂ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.